ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐലൈനർ എഴുതാനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ കാണിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐലൈനർ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരുതും എല്ലാവരും എഴുതുന്ന ഒരു ഐലൈനർ ട്രിക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഐലൈനർ എഴുതാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അതും വളരെ ലൈറ്റായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഐലൈനർ ലുക്ക് കാണാൻ. ഇങ്ങനെ ഐലൈനർ എഴുതാൻ വേണ്ടി നമുക്ക് അധികം ടൈമോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഐലൈനർ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ സെല്ലോ ടൈപ്പ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഐലൈനർ എഴുതി കൊടുക്കാം. ഇപ്പോൾ പലവർക്കും ഇപ്പോൾ ഈ ഒരു വിങ് പോലെയൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ട്രിക്കാണ് ഈ ഒരു ട്രിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ ഐലൈനർ വരയ്ക്കാൻ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചിലർക്ക് കൈയൊക്കെ ഇങ്ങനെ ഐലൈനർ വരയ്ക്കും, ചിലർക്ക് അവിടെയൊക്കെ ഇങ്ങനെ ആകും, ഒരു ഫിനിഷ് ലുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു ഐലൈനർ ലുക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഫിനിഷ് ലുക്കാണ് കേട്ടോ നമ്മൾ സെല്ലോ ടൈപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏത് പെൻസിലാണെങ്കിലും കുഴപ്പമില്ല. പെൻസിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഷാർപ്പായിട്ട് എനിക്ക് തലപ്പിച്ച് എത്തണം കേട്ടോ. എന്നതിന് ശേഷമാണ് നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഈ പെൻസിലിൻ്റെ പകരം ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പെൻസിൽ എടുത്താലും മതി കേട്ടോ. ഇതാട്ടോ നമ്മുടെ പെൻസിൽ വെച്ചിട്ടുള്ള ഐലൈനർ ലുക്ക് കൂടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഐലൈനർ എന്ന് പറയുന്നത് നമ്മുടെ ബോബി പിൻ, അതായത് നമ്മുടെ സ്ലൈഡ് വെച്ചിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഐലൈനർ വരച്ചതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അതായത് നമ്മുടെ സ്ലൈഡില്ലേ, നമ്മുടെ മുല്ലപ്പൂവൊക്കെ കുത്തുന്നില്ല, ആ സ്ലൈഡ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ സ്ലൈഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ക്യൂട്ടായിട്ട് നമുക്ക് വിങ് ഐലൈനറൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണ് അടയ്ക്കുന്ന ടൈമിൽ നമുക്ക് മുകളിൽ കറക്റ്റായിട്ട് ഷേപ്പായിട്ട് തോന്നില്ല, പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഐലൈനർ ലുക്കായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോബി പിൻ വെച്ചിട്ടുള്ള ഐലൈനർ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിങ് ഐലൈനർ വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്ക് ഒരു കറക്റ്റായിട്ട് ചിലപ്പോൾ വരയ്ക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ സിമ്പിളായി തോന്നുന്നു വെച്ചാൽ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കാർഡ് വെച്ചിട്ട് ഐലൈനർ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, എന്നിട്ട് അതുപോലെ നിങ്ങൾ ആദ്യം ഒന്ന് വിങ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഐലൈനർ കംപ്ലീറ്റ് ആയിട്ട് നല്ല ക്ലീനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വിങ് ഐലൈനർ വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തായാലും കാണുന്നിട്ട് അതും പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 ട്രിക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.